സോ ഈ വർഷം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആപ്പിളിൻ്റെ iPhone 17 സീരീസിൽ നിരവധി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അതായത് ഇനി വെറും 4 മാസമേ ഉള്ളൂ. സോ ഇതിൽ പുതിയൊരു iPhone ലൈനപ്പിലേക്ക് വരുന്നു. ഡിസൈനിൽ വരുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം കൺഫേംഡ് ആയിട്ടുള്ള ചേഞ്ചസുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് iPhone ലൈനപ്പിൽ തന്നെ എൻറ്റയർ 17 ലൈനപ്പിൽ പുതിയൊരു മോഡൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് iPhone 17 എയർ എന്നുള്ളത്. ആപ്പിൾ എപ്പോഴും എയർ എന്നുള്ളൊരു ടാഗ് നെയിം കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ മാക്ബുക്ക് എയറിൻ്റെ ആയാലും ഐപാഡ് എയറിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും മറ്റുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഡിവൈസുകൾ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഈ ഡിവൈസുകൾക്ക് കാണും. ആപ്പിൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള ഐഫോണുകളിലെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഐഫോണാണ് iPhone 17 എയർ എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ 100% കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊന്നല്ല, മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള CAD ഫയൽസ്, റെൻഡേഴ്സ്, അതോടൊപ്പം ഇപ്പം റീസെൻ്റ്ലി 17 സീരീസിലുള്ള 4 മോഡൽസിൻ്റെയും ഡമ്മി യൂണിറ്റുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 5.5 mm തിക്നെസ് ആണ് ഇതിൽ വരുന്നത്. സോ വിച്ച് മേക്സ് ഇറ്റ് ദ തിന്നസ്റ്റ് ഐഫോൺ ഇൻ ദ ലൈനപ്പ്. സോ എക്സിൽ സണി ഡിക്സൺ ഷെയർ ചെയ്തിട്ടുള്ള ഇമേജുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ സൈഡ് ബട്ടൺസ്, ആക്ഷൻ ബട്ടൺ, സൈഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, അതോടൊപ്പം തന്നെ ക്യാമറ കൺട്രോൾ ബട്ടൺ, ഇതെല്ലാം ബാക്കിയുള്ള മോഡൽസ് വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി വളരെ നാരോ ആൻഡ് സ്ലിം ആണ്. കാരണം ഇതിൻ്റെ ഈ ഒരു ബോഡി തിക്നെസ് തന്നെയാണ്. ഇനി ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ആസ് യൂഷ്വൽ നോൺ പ്രോ മോഡൽസ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഇതും അലുമിനിയം ഫ്രെയിം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എയറോസ്പേസ് ഗ്രേഡ് ആപ്പിളിൻ്റെ അലുമിനിയം ഫ്രെയിംസ് ആണ്. സോ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇത്രയും സ്ലിം ആയതുകൊണ്ട് ബെൻഡായി പോവും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതൊരു 6.6 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ തവണ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഉള്ള ഐഫോൺ ലൈനപ്പ് പോലെയല്ല, ഈ വർഷത്തെ 4 മോഡൽസിലും ആപ്പിൾ പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. അതായത് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഇതിലെല്ലാം ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യം AOD, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഒരു ഫീച്ചർ കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. മിക്കവാറും ആപ്പിൾ ഇതിൽ LTPO പാനലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ലഭിക്കേണ്ടതാണ്. ഇൻ കേസ് ആപ്പിൾ ഇത് LTPS പാനലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനാലിറ്റി ലഭിക്കത്തില്ല. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ തിക്നെസ്സിന് പുറമെ ഇതിന് ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബാക്കിലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ ക്യാമറ ബമ്പാണ് ഇതിൻ്റെ കൂടുതൽ അട്രാക്ഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ആ ഒരു ഡിസൈൻ, ഇതൊരു സിംഗിൾ ലെൻസ് ക്യാമറ ആണ്. നിലവിൽ iPhone 16e, ആപ്പിളിൻ്റെ ലൈനപ്പിലെ 16e പോലെ തന്നെ ഇതൊരു സിംഗിൾ ലെൻസ് ക്യാമറ ആണ്. പക്ഷേ അതിന് ആ ഒരു ക്യാമറ ബമ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ താഴത്തെ മൊഡ്യൂളാണ്. iPhone 16eയുടെ ബോട്ടം ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. അതിൽ നമുക്ക് സ്പീക്കേഴ്സും മൈക്രോഫോണും അതോടൊപ്പം തന്നെ ആ ഒരു USB Type-C പോർട്ടും കാണാം. അത് സെൻറ്റർഡ് ആണ്. അതായത് ആ ഷാസിയുടെ സെൻറ്ററിലാണ് USB പോർട്ടും ഈ മൈക്രോഫോൺസും അല്ലെങ്കിൽ സ്പീക്കേഴ്സും എല്ലാം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇമേജിൽ നിങ്ങൾ കാണുന്ന പോലെ എയറിൻ്റെ ബോട്ടം ഡിസൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കേഴ്സും മൈക്രോഫോണും 2 ഹോൾസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പോർട്ട്, USB Type-C പോർട്ട് എന്ന് പറയുന്നത് സെൻറ്റേഡ് അല്ല, അത് താഴേക്ക് കുറച്ചും കൂടെ ഇറങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കൺസേൺസ് ഉണ്ട്. കാരണം എത്രത്തോളം ലൗഡായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു സ്പീക്കേഴ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇൻറ്റേർണലി ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് A19 ആയിരിക്കും. ആപ്പിളിൻ്റെ 3 nm TSMC ആർക്കിടെക്ചറിൽ വരുന്ന A19 എന്ന് പറയുന്ന പ്രോസസ്സറായിരിക്കും. അതോടൊപ്പം തന്നെ ലീക്സിലും റൂമേഴ്സിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ 12 GB റാം സപ്പോർട്ടാണ്. സോ 12 GB റാമാണ് 3 മോഡൽസിൽ ഇതിൽ വരാൻ പോകുന്നത്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ആണ്. കാരണം കാര്യക്ഷമതയോടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു അഡീഷണൽ റാം സപ്പോർട്ട് കൊടുക്കുന്നത്. സോ 17 എയർ ലുക്കിൽ വളരെ തിന്നറാണെങ്കിലും ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ആപ്പിൾ ഈ വർഷം കൊണ്ടുവരുന്നില്ല. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് iPhone 16 സീരീസിൽ ആപ്പിൾ അല്ലെങ്കിൽ 16eയിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത C1 എന്ന് പറയുന്ന ആപ്പിളിൻ്റെ നെറ്റ്വർക്ക് ചിപ്സെറ്റാണ്. വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്, നെറ്റ്വർക്ക് മോഡമാണ് ആപ്പിളിൻ്റെ C1. സോ ഇപ്പമുള്ള 16eയിൽ വന്നേക്കുന്ന ഇതേ മോഡമല്ലായിരിക്കും, കുറച്ചും കൂടെ ഹൈ ടെക് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു കസ്റ്റം ചിപ്സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡമായിരിക്കും ആപ്പിൾ iPhone 17 സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫൈനലി പ്രൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം, മറ്റുള്ള വീഡിയോസിലും ലീക്സിലും റൂമേഴ്സിലും ഒക്കെ പറയുന്നതും കേൾക്കുന്നതും ആപ്പിൾ പ്രൈസിങ് ഇതൊരു $1,000, അതായത് ഇപ്പം iPhone 16 Pro സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ പ്രൈസിൽ അല്ലെങ്കിൽ ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇത് ഇപ്പം നിലവിലുള്ള 16+ അല്ലെങ്കിൽ 15+ൻ്റെ ഒക്കെ ആ ഒരു ഫാമിലിയിൽ തന്നെ തുടരുന്നൊരു ഡിവൈസാണ്. അതുകൊണ്ട് നിലവിലത്തെ പ്രോ മോഡലായിട്ടുള്ള iPhone 16 Proയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഈ ഒരു ഡിവൈസിനെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ
അങ്ങനെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ വന്നാൽ ദാറ്റ് വിൽ ബി എൻ ഡിസാസ്റ്റർ. പിന്നെ ഉള്ളത് 17 Pro സീരീസ് ആണ്. സോ ഇതിലും 2 മോഡൽസ് ആണുള്ളത്, 17 Pro ആൻഡ് Pro Max സീരീസ്. നിലവിലുള്ളതുപോലെ തന്നെ 6.3 ഇഞ്ച് ഡിവൈസ്, അതായത് iPhone 16 Plus അല്ല 16 Pro വന്നിരിക്കുന്ന അതേ 6.3 ഇഞ്ച് ഡിസ്പ്ലേ, അതോടൊപ്പം 6.9 ഇഞ്ചിൻ്റെ മറ്റ് Pro Max ഡിസ്പ്ലേ. ഇനി ഇതിൻ്റെ ഡിസൈൻ കഴിഞ്ഞ 5 വർഷത്തെ Pro സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് iPhone 11 Pro സീരീസ് മുതൽ നോക്കിയാൽ ഇങ്ങ് 16 Pro സീരീസ് വരെ ഒരുമാതിരി സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ്. എന്നാൽ അതിൽ നിന്ന് വലിയൊരു ചേഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ മിനിമൽ ഡിസൈൻ ചേഞ്ചസ് ആണ് ആപ്പിൾ ഈ വർഷം 17 Pro സീരീസിൽ കൊണ്ടുവരുന്നത്. അതാണ് നിങ്ങൾ ഈ ഒരു ഇമേജിൽ കാണുന്നത്. സോ ഇതിൻ്റെ ബാക്കിലുള്ള ഇപ്പോൾ കാണുന്ന ഈ ഒരു ക്യാമറ ബമ്പ്, ഇവിടെ കാണുന്ന ഈ ഒരു ക്യാമറ ബമ്പ് നമുക്കറിയാം ഇതേ സെയിം ക്യാമറ ബമ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു 15 Pro സീരീസിലുള്ള. അത് അങ്ങ് വലിച്ച് നീട്ടി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ വർഷത്തെ 17 സീരീസിൽ വരാൻ പോകുന്ന ബാക്ക് പാനൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതൊഴികെ യാതൊരു തരത്തിലുള്ള ഡിസൈൻ ചേഞ്ചും നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നോ എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. കാരണം ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ടു ബി ദ സെയിം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് തുടങ്ങാം. ഈ വർഷം ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ആപ്പിൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് അല്ലെങ്കിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ ആയിരിക്കും ആപ്പിൾ Pro സീരീസിൽ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലെയറിങ്, നമ്മൾ ലൈറ്റ് അടിച്ച് ഉണ്ടാകുന്ന ഗ്ലെയറിങ്, അല്ലെങ്കിൽ വെളിയിലൊക്കെ പോകുമ്പം നമുക്ക് സൺലൈറ്റിൻ്റെ ഗ്ലെയറിങ്, ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കും അല്ലെങ്കിൽ നേരെ ബാക്കിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്ലെയറിങ്, ഇങ്ങനെയുള്ള ഗ്ലെയറിങ്സ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ഇതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, സണ്ണി ഡിക്സൺ റീസെൻ്റ്ലി ഷെയർ ചെയ്ത ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു Pro ലൈനപ്പിൻ്റെ അല്ലെങ്കിൽ Pro ഡിവൈസുകളുടെ തിക്നെസ് കമ്പാരിറ്റീവ്ലി സ്ലൈറ്റ്ലി എൻലാർജ് ചെയ്തേക്കുന്നത്. 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ലാർജർ ബിഗർ ബാറ്ററി ആപ്പിൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, ബിഗർ ആയിട്ടുള്ള ബാറ്ററി. അതോടൊപ്പം തന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം. ഇനി ആപ്പിൾ വെറുതെ ഒരു ഡിസൈൻ ചേഞ്ച് അല്ലെങ്കിൽ ഒരു രസത്തിന് ആപ്പിൾ ഈ ഒരു ക്യാമറ ബമ്പ് എക്സ്റ്റെൻഡ് ചെയ്തതാണോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അതല്ല റീസൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാം എന്താണ് റീസൺ എന്നുള്ളത്. 17 Pro സീരീസിലേക്ക് വരുമ്പം ലാർജർ ആയിട്ടുള്ള 40 MP ടെലിഫോട്ടോ സെൻസറാണ് ആപ്പിൾ ഇതിലുപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 40 MP ലാർജ് സെൻസേഴ്സ് ഈ ഒരു ചെറിയ സ്പേസിൽ ആപ്പിളിന് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ആപ്പിൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ബമ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ ആപ്പിൾ ചെറിയൊരു അഴിച്ചുപണി കൊണ്ടുവരുന്നുണ്ട്. അത് പുതിയ 24 MP ഒരു സെൻസറായിരിക്കും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസ്, ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്കിനി ഫ്രണ്ട് ഫേസിങ്ങിലും എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലീക്സിലും റൂമേഴ്സിലും അറിയാൻ സാധിച്ച മറ്റൊരു കാര്യം അഡീഷണലി കൊണ്ടുവരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് 8K വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു 100% കൺഫേംഡ് അല്ല. കാരണം 8K ഡൗൺ സാമ്പിൾ ചെയ്തിട്ടുള്ള 4K അൺകംപ്രസ്ഡ് ഫുട്ടേജ് ആകാനുള്ള ചാൻസസും ഉണ്ട്. കാരണം ഓൾറെഡി നമ്മൾ iPhone 15ലും 16ലും ഉള്ള ഈ ഒരു 40 MP സെൻസേഴ്സ് എന്ന് പറയുന്നത് 8K സപ്പോർട്ടഡ് ആണ്. പക്ഷേ അതിനെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലി യൂസ് ചെയ്യാതെ ആപ്പിൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിന് മറ്റു പല റീസൺസ് ഉണ്ട്. കാരണം എല്ലാ സെൻസേഴ്സും 40 MP അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 8K ഫുൾ സെൻസർ റീഡ് ഔട്ട് കിട്ടത്തില്ല. അത് ലെൻസുകൾ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് 17 സീരീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 3 സെൻസേഴ്സും 40 MP ആണ്, 8K സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ 8K നമുക്ക് ഫുള്ളി സപ്പോർട്ടഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ 8K സെൻസറിൻ്റെ ഡൗൺ സാമ്പിൾ ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി 4K ഫുട്ടേജ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ലഭിക്കുന്നതായിരിക്കും, അത് കൺഫേംഡ് ആണ്. പിന്നെ ഇന്റേണലി ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് A19 Pro ചിപ്സെറ്റ് പ്ലസ് 12GB റാം ആയിരിക്കും ആസ് യൂഷ്വൽ. അതോടൊപ്പം തന്നെ ബിഗർ ബാറ്ററി. അതിനെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റം ചിപ്സെറ്റാണ്, നെറ്റ്വർക്ക് ചിപ്സെറ്റാണ്. ആൻഡ് ഫൈനലി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും. അത് 35 40 വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ഈ പ്രാവശ്യം 17 സീരീസിൽ ലഭിക്കും എന്നാണ് കൺഫേംഡ് ആയിട്ടുള്ള പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി 17 സീരീസിലെ ധൂർത്തപുത്രൻ, അതാണ് നോർമൽ iPhone 17 എന്ന് പറയുന്നത്. ലിറ്ററലി സെയിം iPhone 16 സീരീസ് എക്സ്റ്റേണലി നോക്കുമ്പം ഇൻറ്റേർണലി ആണ് നമുക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ. അതിൽ അറിയാൻ സാധിച്ചത് A19 ഇതിനെ പവർ ചെയ്യുന്നത്. പക്ഷേ 12GB പകരം 8GB റാം ആയിരിക്കും ഇതിൽ ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ 4 മോഡൽസിലും ഈ ഒരു 120 Hz റീഫ്രഷ് റേറ്റ് ലഭിക്കും. അതായത് ആപ്പിൾ പ്രൊമോഷൻ ലഭിക്കുമെന്നാണ്. എസ്പെഷ്യലി
റോസ് യങ് തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. ബാക്കി കോമൺ ആയിട്ടുള്ള സകല പുതിയ ചേഞ്ചസും, അതായത് 48 മെഗാ പിക്സൽ സെൻസർ, 24 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ആപ്പിൾ ഇതിലും കൊടുക്കുകയെന്നായിരിക്കും. ഒപ്പം ഇതിൻ്റെ പ്രൈസിൽ യാതൊരു മാറ്റവും ഇല്ല. ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം പ്രൈസിൽ തന്നെ ആയിരിക്കും ഈ ഡിവൈസും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം പ്രോ സീരീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും സെയിം പ്രൈസ് റേഞ്ചിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കത്തില്ല. സെയിം പ്രൈസ് റേഞ്ച് തന്നെയായിരിക്കും ആപ്പിൾ ഈ ഒരു പ്രോ സീരീസ് ആയാലും നോൺ പ്രോ 17-ലാണെങ്കിലും എക്സെപ്റ്റ് 17 എയറിൽ മാത്രമായിരിക്കും എന്തെങ്കിലും വേരിയേഷൻസ് വരാൻ പോകുന്നത്. അത് കൂടാനുള്ള ചാൻസാണ്, കുറയാനുള്ള ചാൻസ് അല്ല. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള iPhone 17 ലൈനപ്പിനെ പറ്റിയുള്ള അല്ലെങ്കിൽ സീരീസിനെ പറ്റിയുള്ള കൺഫേംഡ് ആയിട്ടുള്ള വരാൻ പോകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.